മാർക്കറ്റിൽ ഇപ്പോൾ കോമ്പറ്റീഷനാണ്. തൻ്റെ അതേ പ്രൊഡക്റ്റ് പല ആളുകളുടെ കയ്യിലും കാണും. പക്ഷേ ചില സെയിൽസ്മാൻ ചില ഷോപ്പുകളിൽ പോയാൽ ആ ഷോപ്പുകാർ പറയും എനിക്ക് വേണ്ട, കാരണം എന്ന് വെച്ചാൽ എനിക്ക് സ്ഥിരമായിട്ടൊരു ആൾ വരുന്നുണ്ട് ഓർഡർ എടുക്കാൻ, സ്ഥിരമായിട്ട് ഒരു ആൾ വന്ന് മെറ്റീരിയൽ തരുന്നുണ്ട്, ഞാൻ അവൻ്റെ കയ്യിൽ തന്നെ വാങ്ങുന്നുള്ളൂ. ഇങ്ങനത്തെ കസ്റ്റമറെ എങ്ങനെ എടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് അല്ല ചില സമയത്ത് നമ്മൾ സെയിൽ ചെയ്യുന്നത്, ഒരു സെയിൽസ്മാൻ സെയിൽ ചെയ്യുന്നത് അവനെ തന്നെയാണ്. ചിലപ്പോൾ കമ്പനി പ്രൊഡക്റ്റ് അത്രയും ലോക്കലോ അത്രയും ചെറിയ താന്ന പ്രൊഡക്റ്റ് ആയാലും ചിലപ്പോൾ ആ ഒരു കസ്റ്റമർ അത് ഷോപ്പിലോ ആളുകളോ അത് എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ അവൻ്റെ പെരുമാറ്റം, ആ സെയിൽസ്മാൻ്റെ പെരുമാറ്റ രീതിയും ആ സെയിൽസ്മാന് അവർക്ക് കൊടുക്കുന്ന സർവീസും അവരുടെ ഒരു വിശ്വാസവുമാണ് ആ ഒരു കസ്റ്റമറെ സ്ഥിരമായിട്ടൊരു കസ്റ്റമറെ എടുക്കാൻ പോകുന്നത്. ഞാനും പല സമയത്തൊക്കെ സെയിൽസിന് പോകുമ്പോൾ ഇത് കേൾക്കാറുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ ആ കസ്റ്റമറെ എൻ്റെ സ്വന്തം കസ്റ്റമറായി ഞാൻ എടുപ്പിക്കാറുണ്ട്. അവർ പറയും, പിന്നെ അടുത്തൊരു സെയിൽസ്മാൻ വരികയാണെങ്കിൽ അവർ പറയും എനിക്കൊരു സ്ഥിരമായിട്ടൊരാൾ വ്യക്തി വരുന്നുണ്ട്, അവൻ നല്ല സർവീസും നല്ല ഇതുമാണ്, അതുകൊണ്ട് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ സാധനം പർച്ചേസ് ചെയ്യുള്ളൂ, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. നമ്മളെല്ലാ ഒരു സെയിൽസ്മാന്മാരും എന്ത് ചെയ്യണം, ഈ ഒരു തോതിലുള്ള ഒരു കസ്റ്റമറെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ചെന്ന് പറഞ്ഞാലും അവർ വിശ്വാസത്തോടെ നമ്മളെ ഒരു അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കസ്റ്റമറെ നമുക്ക് കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രൊഡക്റ്റും നമുക്ക് കൊടുക്കുവാനും അവർ അത് അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ.